C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ചേച്ചിക്ക് കാഴ്ചയില്ലാത്തോണ്ട് സംഭവിച്ചതും അല്പം ഗൗരവമായി ചിന്തിച്ചിരുന്നെങ്കിൽ നിഷ്പ്രയാസം മനസ്സിലാക്കാമായിരുന്ന ഒന്നുണ്ട്. രവിചന്ദ്രവർമ്മന്റെ ഭാര്യ ശ്രീലക്ഷ്മി ആ ജീപ്പ് അപകടത്തിൽ മിസ്സിംഗ് ആയി. അതേ അപകട സ്ഥലത്തു നിന്നും ദേവി ചേച്ചിക്ക് എന്നെ കിട്ടുന്നു. ശ്രീലക്ഷ്മിയെ തേടി തിരിച്ചു വന്ന രവിചന്ദ്രവർമ്മൻ എന്നെ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാനെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ചേച്ചിക്ക് ഊഹിക്കാവുന്നതല്ലായിരുന്നോ രണ്ടും ഒരാളാണെന്ന്? പക്ഷെ മോളെ, അത് ശരിയാണല്ലോ. പക്ഷെ ആ സമയത്തെല്ലാം ഇത്രയും വേഗം എനിക്ക് കാഴ്ച കിട്ടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഏതായാലും നടന്നത് നടന്നു. ഇതെല്ലാം ഇനി രവി സാർ അറിയണം. അതിനുള്ള സമയമായിട്ടല്ല ചേച്ചി. ശ്രീലക്ഷ്മി കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും കൺമണിയെ കൊണ്ട് പറ്റും. പക്ഷേ ഇതിന്റെ എല്ലാം അവസാനം എന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തണം എനിക്ക്. എന്നിട്ട് വേണം രവി സാറിനോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ. അതുവരെ ചേച്ചി ഇക്കാര്യം ആരോടും പറയരുത്. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ എന്നോടൊപ്പം ഉണ്ടാവുകയും വേണം. ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ എന്നും മനസ്സിലായി. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. എന്റെ കൺമണിയുടെ അല്ല, ശ്രീലക്ഷ്മിയുടെ എന്ത് കാര്യത്തിനും. ചേച്ചി എന്നെ കൺമണി എന്ന് വിളിച്ചാ മതി. ഞാൻ ഇപ്പോഴും കൺമണി തന്നെയാ. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഒരു ചേച്ചിയുടെ സ്നേഹം മുഴുവൻ എനിക്ക് തന്നില്ലേ? ഞാൻ എന്ത് നിനക്ക് തന്നു? നീയല്ലേ എനിക്കെല്ലാം തന്നത്. ചേച്ചിയുടെയും കണ്ണന്റെയും സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്ത് തന്നാ മതിയാവും? രവിസാറിന്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ ചേച്ചിയുടെ അനിയത്തി കൺമണി തന്നെ ആയിരിക്കും. എന്നാ ഞാൻ അറിഞ്ഞട്ടെ ചേച്ചി, എന്ത് കാര്യം വന്നാലും കൺമണിയായി കണ്ടു തന്നെ എന്നെ വിളിക്കണം. അല്ല, കണ്ണനോ? അവനെവിടെ? അവൻ അമ്പിളി ചേച്ചിയോടൊപ്പം പുറത്തു പോയേക്കോ. ശരി ചേച്ചി. ശരി എന്നാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.